ഈശോ മിശിഹായുടെ സ്വർഗാരോഹണ തിരുനാളിന്റെ മംഗളങ്ങൾ അച്ഛൻ എല്ലാവർക്കും നേർന്നു. ബൈബിൾ ഭാഗം വളരെ നന്നായി വിശദീകരിച്ചു തന്നു. അതിലെനിക്ക് ഏറ്റവും എന്നെ സ്പർശിച്ചത് അച്ഛൻ മഗ്ദലേന മറിയത്തെ കുറിച്ച് പറഞ്ഞതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് സ്വർഗാരോഹണ തിരുനാള് ആചരിക്കുകയാണ്. തിരുനാളിന്റെ മംഗളങ്ങള് ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ആശംസിക്കുകയാണ്. നമ്മള് മാതാവിന്റെ സ്വർഗ ആരോപണമാണ്, മറിയത്തിന്റെ കർത്താവിന്റെ സ്വർഗ ആരോഹണമാണ്. ഭാഷയിൽ അല്പം വ്യത്യാസമുണ്ട്, ഒരു പായും ഒരു ഹായുമാണ്. സ്വർഗ ആരോപണം എന്ന് പറയുക സ്വയം ശക്തിയാലല്ല അവള് പോയത്, അവൾ എടുക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ആരോപണം എന്ന വാക്ക് വരിക. അതേസമയം ക്രിസ്തുവിൻ്റെത് മറ്റാരുടെയോ ശക്തി കൊണ്ട് അല്ല സ്വർഗത്തിലേക്ക് കരയേറിയത്, അവന്റെ സ്വയം കഴിവുകൊണ്ടാണ്. അതുകൊണ്ടാണ് സ്വർഗ ആരോഹണം എന്ന വാക്ക് ശരിക്കുക. ഒരു അക്ഷരം പശി കഴിയുമ്പോൾ അർത്ഥം ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോ ക്രിസ്തുവിൻ്റെത് സ്വർഗ ആരോഹണമാണ്, മാതാവിൻ്റെത് സ്വർഗാരോഹണം. നമുക്ക് സ്വർഗ ആരോഹണം ഉണ്ടാവാൻ സാധ്യതയില്ല. സ്വർഗ ആരോഹണമെങ്കിലും ഉണ്ടാവാൻ ശ്രമിക്കാം, പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. ഈ യേശുവിന്റെ ഉത്ഥാന അനന്തരമുള്ള ജീവിതത്തെയും സ്വർഗാരോഹണം വരെയുള്ള ജീവിതത്തെ വളരെ ചുരുക്കി അവതരിപ്പിച്ചിട്ടുള്ളതാണ് മർക്കോസിന്റെ സുവിശേഷം. ലൂക്കയുടെ സുവിശേഷം അല്പം ദൈർഘ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഇന്നത്തെ വചനഭാഗത്തിൽ 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ശിഷ്യന്മാർക്കുള്ള പ്രത്യക്ഷീകരണങ്ങള്, രണ്ടാമതായിട്ട് ശിഷ്യന്മാരെ ദൗത്യമേൽപ്പിക്കല്, മൂന്നാമത്തേത് സ്വർഗാരോഹണവും പിന്നീടുള്ള കാര്യം. ഇതിൻ്റെ അകത്ത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് 3 തലത്തിലുണ്ട്. ഒന്ന്, ആഴ്ചയുടെ 1-ാം ദിവസം യേശു ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലന മറിയത്തിന്. മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു എന്നത് വലിയ പ്രശ്നങ്ങളുള്ള ഒരു കാര്യം. കാരണം കൂടെ കൊണ്ടു നടന്ന അപ്പസ്തോലന്മാരുണ്ട്. നീ പാറയാണ്, നിന്റെ ഈ വിശ്വാസത്തിന്മേൽ എന്റെ പള്ളി ഞാൻ പണിയും എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ പല സ്ഥാനമാനങ്ങളും ഒക്കെ യേശു ഏൽപ്പിച്ചവരൊക്കെ ഉണ്ട്. അവർക്കൊന്നും പ്രത്യക്ഷപ്പെടാതെ ഈശോ മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഒരു പക്ഷേ അന്നും ഇന്നും എന്നും ക്രിസ്തുവിന്റെ, ഉദ്ധിതനായ ക്രിസ്തുവിന്റെ അനുഭവം വലിയവർക്ക് എന്നതിനേക്കാൾ ചെറിയവർക്കാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചുവെച്ച ജ്ഞാനം ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയെന്നാണ്. ഇന്നും നമ്മുടെ ഈ കാലഘട്ടത്തില് ക്രിസ്തുവിന്റെ ശക്തമായ ഇടപെടലുകളുള്ളത് വലിയ പാണ്ഡിത്യമുള്ളവരുടെ കൈകളിലൂടെയോ വലിയ സമ്പത്തുള്ളവരുടെ കൈകളിലൂടെയോ വലിയ കഴിവ് മറ്റുള്ള വ്യക്തിപരമായ കഴിവുള്ളവരിലൂടെയോ ഒന്നുമല്ല, ഏറ്റവും ലളിതരായ മനുഷ്യരിലൂടെ. അതും മഗ്ദലന മറിയത്തെ മർക്കോസ് സുവിശേഷകൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, 7 പിശാചുകളെ പുറത്താക്കപ്പെട്ടവളാണെന്ന്. 2 കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ടത്. ആരോട് കൂടുതൽ ക്ഷമിക്കുന്നുവോ അവർ കൂടുതൽ സ്നേഹിക്കും. അത് പറഞ്ഞത് ഇവളെ കുറിച്ച് തന്നെ. അപ്പൊ കൂടുതൽ ക്ഷമിക്കപ്പെട്ടവളാണ്, അതുകൊണ്ട് കൂടുതൽ സ്നേഹിക്കുന്നവളാണ്. അപ്പൊ ഉദ്ധിതനായ ക്രിസ്തുവിന്റെ അനുഭവം ഉണ്ടാകാനായിട്ട് ഒന്നാമതായിട്ട് ഉള്ള ക്വാളിറ്റി നമുക്കുണ്ട്. നമ്മളൊക്കെ പാപികളാണ്, കൂടുതൽ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നവരെ. പക്ഷെ അതിന്റെ മറുവശമുണ്ട്, ഈ ക്ഷമിക്കപ്പെട്ടവരെ കൂടുതൽ സ്നേഹിക്കാനായിട്ടുള്ള ബാധ്യതയുണ്ട്. അപ്പൊ യേശുവിന്റെ പ്രത്യക്ഷീകരണത്തിന് യേശുവിന്റെ ഭാഗത്തുനിന്നുള്ളത് യേശു ചെയ്തു കഴിഞ്ഞു, നമ്മളോട് ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷേ ആ ക്ഷമയ്ക്കനുസരിച്ച് നമുക്ക് കുമ്പസാരക്കൂട്ടിൽ കിട്ടിയ പാവമോചനത്തിനനുസരിച്ച് നമ്മൾ അവിടുന്ന് സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ ഒന്നാമത്തെ
മഗ്ദലന മറിയത്തിന്റെ ക്വാളിറ്റി അതാണ്, സ്നേഹിച്ചവൾ. 2, 7 പിശാചുക്കളെ പുറത്താക്കി എന്ന് വെച്ചാല് 7 എണ്ണം എന്നുള്ള അർത്ഥത്തിലല്ല, പൂർണ്ണമായിട്ടും പുറത്താക്കി എന്ന് തന്നെ. തിന്മ അവളിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പൊ തിന്മയില്ലാതിരുന്ന, കൂടുതൽ സ്നേഹിച്ച ഒരു പെണ്ണിനാണ് ക്രിസ്തു ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. അപ്പസ്തോല പാരമ്പര്യം മുഴുവൻ പുരുഷ മേധാവിത്വത്തിൻ്റെതാണെങ്കിൽ ക്രിസ്തു അനുഭവത്തിന്റെ കുത്തക അത് സ്ത്രീകളുടേതാണ് എന്ന് വചനം പഠിപ്പിക്കുക. ശുശ്രൂഷയുടെ മേഖല കൂടുതൽ പുരുഷന്മാരെയാണ് ഏൽപ്പിച്ചതെങ്കിലും ക്രിസ്തുവിന്റെ അനുഭവത്തിന്റെ തലം ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കാണ് ഉണ്ടായത്. വചനത്തിലുടനീളം നമ്മൾ കാണുന്ന കാര്യം അത് തന്നെ. അപ്പം ഇവിടെ ആദ്യത്തെ പ്രേക്ഷിത എന്ന് പറയുന്നത് പത്രോസ്ലീഹയല്ല, അപ്പസ്തോലന്മാരാരുമല്ല, മറിച്ച് മഗ്ദലന മറിയമാണ്. ഏറ്റവും ആദ്യത്തെ ക്രിസ്തുവിന്റെ സാക്ഷ്യം, ഉദ്ധിതനായ ക്രിസ്തുവിനെ പ്രഘോഷിച്ച ആദ്യത്തെ വ്യക്തി ഈ മഗ്ദലന മറിയമാണ്. അതിന് അവൾക്കുണ്ടായ ക്വാളിറ്റി എന്ന് പറയുന്നത് അവള് ദൈവത്തെ സ്നേഹിച്ചു. അതിന്റെ കാരണം അവൾക്ക് ഒരുപാട് പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു കിട്ടി എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അവളില് തിന്മകളെ ഇല്ലായ്മ ചെയ്തു എന്നുള്ളതാണ്. പാപത്തെയും പാപത്തിന്റെ പ്രേരകങ്ങളെയും പ്രലോഭകനെയും ഒഴിവാക്കി എന്നുള്ളത്. അപ്പോ ഈ പ്രത്യക്ഷപ്പെട്ട കാര്യം മഗ്ദലന മറിയത്തിന്റെ ആദ്യത്തെ വചനപ്രഘോഷണം പാളിപ്പോയി. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും ആദ്യത്തെ ഉദ്ധിതനായ ക്രിസ്തുവിന്റെ വചനപ്രഘോഷക മഗ്ദലന മറിയമാണ് ആയിരുന്നു. പക്ഷേ ആ വചനപ്രഘോഷണം പാളിപ്പോയി. ഒരു കടു ഇട പോലും അതിനൊരു ഫലവും കണ്ടെത്തിയില്ല. അവള് പോയി പറഞ്ഞത് ക്രിസ്തുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരോട്. അവള് കണ്ടു എന്ന് പറഞ്ഞിട്ട് അവരാരും വിശ്വസിച്ചില്ല. അപ്പോ ഇത് മഗ്ദലന മറിയത്തിന്റെ വചനപ്രഘോഷണം പാളിപ്പോയി എന്നത് നമുക്കൊരു പാഠമായിരുന്നു. നമ്മുടെയും ശുശ്രൂഷകള്, നമ്മുടെ പ്രസംഗങ്ങള്, നമ്മുടെ വചനവായനകള്, സഭാ ശുശ്രൂഷകള് ഒക്കെ പാളിയെന്ന് വരാം. പാളുമ്പോഴാണ് കർത്താവ് ഇടപെടുകയുള്ളൂ. അവിടെ കർത്താവ് വീണ്ടും ശക്തമായിട്ട് ഇടപെടുക. അത് മഗ്ദലന മറിയത്തിലല്ല, മറിച്ച് ആരാണോ അവിശ്വസിച്ച് അവരുടെ ഇടയിൽ ക്രിസ്തു നേരിട്ട് ഇടപെടുക. അപ്പൊ വചനപ്രഘോഷണം നമ്മൾ ചെയ്യുന്നത് പാളിപ്പോയാലും അതിന് ഉത്തരം, അതിന്റെ ഫലത്തിലേക്ക് കർത്താവ് എത്തി. അപ്പോ ആദ്യത്തെ വചനപ്രഘോഷയായ മഗ്ദലന മറിയത്തിന്റെ യേശുവിന്റെ ശിഷ്യന്മാരോടുള്ള വചനപ്രഘോഷണം, അതായത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം അവർ അംഗീകരിച്ചില്ല. പക്ഷെ അവരെ കൊണ്ട് ഈശോ അംഗീകരിപ്പിച്ചു. അപ്പൊ ഒന്നും പാഴാകുന്നില്ലെന്നർത്ഥം. തെറ്റിയാലും നമ്മുടെ നോട്ടത്തിൽ ഫലമില്ലെങ്കിലും ക്രിസ്തു ഫലം ഉണ്ടാക്കിക്കോളും. ആ ഒരു ഉത്തമ ബോധ്യത്തിൽ വേണം നമ്മൾ ശുശ്രൂഷിക്കുക. ഇനി ശിഷ്യന്മാരുടെ ഭാഗത്തു നിന്നുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവരെ കുറിച്ച് സുവിശേഷം പറയുന്ന ചില വിശേഷണങ്ങളുണ്ട്. അവർ ദുഃഖിതരായിരുന്നു, അവർ വിലപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവര് ഉത്ഥാനത്തിൽ വിശ്വസിച്ചില്ല, പ്രത്യക്ഷപ്പെടലിലും വിശ്വസിച്ചില്ല. 2 പേർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു, അവര് പറഞ്ഞതും വിശ്വസിച്ചു. അപ്പൊ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട. ദുഃഖിതരായിരുന്നു, വിലപിച്ചുകൊണ്ടിരുന്നു, ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിൽ വിശ്വസിച്ചില്ല, യേശു മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു എന്ന കാര്യം വിശ്വസിച്ചില്ല, യേശു 2 പേർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന കാര്യവും വിശ്വസിച്ചില്ല. ഇത്രയും വശപ്പശമുള്ളവരുടെ അടുത്തേക്കാണ് ക്രിസ്തു ദൗത്യം ഏൽപ്പിക്കാനായിട്ട് ചെല്ലുന്നത്. വളരെ വിരോധാഭാസമാണ് നമ്മൾ. എന്തുകൊണ്ടാണ് മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട കാര്യം ഇവർ അംഗീകരിക്കാതിരുന്നത്? ഞാൻ വിചാരിക്കുന്നത് മഗ്ദലന മറിയം അത്ര സർവീസ് ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ, ജീവിതം പരിശോധിക്കുമ്പോൾ, പഴയ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ അത്ര ക്വാളിറ്റിയുള്ള ജീവിതമൊന്നും ആയിരുന്നു. മാത്രമല്ല അപ്പസ്തോലന്മാർ എന്നുള്ള നിലയിൽ കഴിവുള്ളവരും ആണുങ്ങളും പിന്നെ ചുമതല ഏൽപ്പിച്ചവരും ഒക്കെ ഇവരൊക്കെയാണ്. ക്രിസ്തുവിന്റെ 1-2 സ്ഥാനത്തിന് വേണ്ടി വാദിച്ചവരും ഒക്കെ ഇവരൊക്കെയാണ്. ഇവർക്കൊക്കെ പ്രത്യക്ഷപ്പെടാതെ
എനിക്ക് പ്രത്യക്ഷപ്പെടാതെ എന്തുകൊണ്ട് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു? അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റി കാണില്ല. അതുപോലെ തന്നെ രണ്ടുപേരുടെ കേസ് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരായിരിക്കണം അത്. കാരണം മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നില്ല, മറ്റു സുവിശേഷത്തിൽ പറയുന്നുണ്ട് എമ്മൗസിലേക്ക് പോയച്ചു. അപ്പൊ രണ്ടുപേരെ എമ്മൗസിലേക്ക് പോയവരായി, അവരെക്കാൾ ക്വാളിറ്റി ഉള്ളവർ അവിടെ നിന്ന്. അപ്പോ പലപ്പോഴും ഈ ശുശ്രൂഷയുടെ മേഖലയില് അധികാരം വലിയ പ്രശ്നമാണ്. മെത്രാന്മാര് പറയും ഞാൻ പറയണ അങ്ങോട്ട് കേൾക്കണം, അച്ഛന്മാര് പറയും ഞാൻ പറയണ അങ്ങോട്ട് കേൾക്കണം, വൈസ് ചെയർമാനോ കൈക്കാരന്മാരോ യൂണിറ്റ് ഭാരവാഹികളോ സംഘടന ഭാരവാഹികളോ പറയും സാധാരണ വിശ്വാസികളോട് പറയണം ഞങ്ങൾ പറയണ അങ്ങോട്ട് കേൾക്കണം. ഞങ്ങളാണ് അധികാരി. വികാരി അച്ഛൻ കൈക്കാരനോട് പറയാതെ ഇടവേല ഏതെങ്കിലും ഒരാളുടെ ഏതെങ്കിലും ഒരു കാര്യം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ കൈക്കാരന്മാർക്ക് പ്രശ്നമാവും. കാരണം എന്താ വെച്ചാല് ഞങ്ങളോടാ ചർച്ച ചെയ്യേണ്ടത്. വീട്ടിലെ കുടുംബനാഥൻ കുടുംബനാഥയുമായിട്ട് ചർച്ച ചെയ്യാതെ മക്കളോട് ചർച്ച ചെയ്യുമ്പോൾ കുടുംബനാഥ പ്രശ്നം ഉണ്ടാകും. അത് ഈ ഓർഡർ തെറ്റുക. ഈ ഓർഡർ തെറ്റിച്ചവനാ ദൈവം. ദൈവം പ്രത്യക്ഷപ്പെട്ടത് ഈ സഭാതലവന്റെയോ അല്ലെങ്കിൽ അന്നത്തെ മാർപ്പാപ്പയുടെയോ അന്നത്തെ മെത്രാന്മാരുടെയോ അടുത്തല്ല, സാധാരണ വിശ്വാസിയായ മഗ്ദലന മറിയത്തിനാണ്. ഇന്നും എന്നും സഭ നിലനിൽക്കുന്നത്, ക്രിസ്തു ഇടപെടുന്നത്, ക്രിസ്തു പ്രവർത്തിക്കുന്നത് ഈ അധികാരികളിലൂടെ എന്നതിനേക്കാൾ സാധാരണക്കാര് മനുഷ്യരിലൂടെയാണ്. ഇത് അധികാരികൾ എപ്പോഴെല്ലാം വിസ്മരിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം സഭ പ്രതിസന്ധിയിലായിട്ടുണ്ട്. സീറോ മലബാർ സഭ പ്രതിസന്ധിയിലായത് അധികാരികള് സാധാരണ വിശ്വാസികളെ മുഖവിലക്കെടുക്കാതെ പോകുന്നു. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ സിനഡാലിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഈ കൂട്ടായ്മയിലാണ് ക്രിസ്തുവിന്റെ പ്രവർത്തനം ഉണ്ടാകുക. അപ്പൊ ഈ അധികാരത്തിന്റെ ശ്രേണി സ്റ്റെപ്പുകളിലൂടെയല്ല ക്രിസ്തുവിന്റെ ഇടപെടല് എന്ന് ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തി. ഇനി എല്ലാവരും ഉള്ളപ്പോ ഈശോ പ്രത്യക്ഷപ്പെടുക. എല്ലാവരും ഉള്ളപ്പോ പ്രത്യക്ഷപ്പെട്ടപ്പോ എന്താ സംഭവിച്ചത്? ഒന്ന്, യേശു അവരെ കുറ്റപ്പെടുത്തി, അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയുമാണ് കുറ്റപ്പെടുത്തി. വിശ്വാസരാഹിത്യം നമുക്ക് മനസ്സിലായി. ഹൃദയകാഠിന്യം എന്ന് എങ്ങനെയാ ഇത് പറയണേ? എനിക്കത് വലിയ ഒരു ആദ്യം സംശയം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം ഇവര് അത്രയ്ക്ക് ഹൃദയത്തിന് കടുപ്പമുള്ളവരായിരുന്നു അല്ലെന്നല്ലേ നേരത്തെ കണ്ടത്. അവര് വിലപിച്ചുകൊണ്ടിരുന്നു, ദുഃഖിച്ചുകൊണ്ടിരുന്നു എന്നൊക്കെയല്ലേ പറഞ്ഞേ. ഈ ദുഃഖവും വിലാപവും ഉള്ളവര്, മനസ്സിന് കടുപ്പമുള്ളവര് അതൊക്കെ ചെയ്യും. എന്റെ ചോദ്യം മനസ്സിലായോന്നോ? മനസ്സിന് കടുപ്പമുള്ളവര് ദുഃഖിക്കുകയും വിലപിക്കുകയൊന്നും ചെയ്യില്ല. അപ്പം ഇവിടെ അവരുടെ കഠിന ഹൃദയം എന്ന് പറയുന്നത് ഇമോഷണൽ ആയിട്ടുള്ള ഹൃദയമല്ല, വികാരത്തിന്റെ ഹൃദയത്തെ അല്ല അവിടെ ധ്വനിപ്പിക്കുന്നത്, മറിച്ച് മനസ്സിന്റെ, അതായത് സന്മനസ്സിന്റെ ഹൃദയത്തെയാണ്. മറ്റുള്ളവരെ അംഗീകരിക്കാൻ, ക്രിസ്തുവിനെ അംഗീകരിക്കാൻ ഉള്ള മനസ്സിന്റെ വിശാലക്കുറവാണ് ഇവിടെ ഹൃദയകാഠിന്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. വികാരങ്ങളുടെ സന്തുലിതാവസ്ഥയല്ല, മറിച്ച് ഇത് വിശാലതയെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ സങ്കുചിതാവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് ഇവിടുത്തെ ഹൃദയകാഠിന്യം. ഹൃദയം രണ്ടർത്ഥത്തിലുണ്ട്. വികാരത്തിന്റെ കേന്ദ്രം എന്നുള്ള അർത്ഥത്തിലുണ്ട്, അതുപോലെ തന്നെ മനസ്സിന്റെ കേന്ദ്രം എന്നുള്ള അർത്ഥത്തിലുണ്ട്. വികാരത്തിന്റെ കേന്ദ്രം എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്, മനസ്സിന്റെ കേന്ദ്രം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഇവരുടെ ഹൃദയകാഠിന്യം എന്ന് വെച്ചാല് ഇവർ മറ്റുള്ളവരെയോ തങ്ങളുടെ കൂടെയുള്ളവരെയോ വിശ്വസിക്കാനോ അംഗീകരിക്കാനോ പറ്റിയില്ല, ദൈവത്തെ അംഗീകരിക്കാൻ പറ്റിയില്ല. അപ്പൊ മനസ്സിന് ചുരുങ്ങിപ്പോയി, അതിനെയാണ് കുറ്റപ്പെടുത്തിയത്. എപ്പോഴും വികാരത്തെ ഒന്നും അല്ല ക്രിസ്തു കുറ്റപ്പെടുത്തുന്നത്. ക്രിസ്തു കുറ്റപ്പെടുത്തുന്നത് ഈ മനസ്സ് മരവിച്ച് അല്ലെങ്കിൽ മനസ്സില്ലാണ്ട് പോകുന്നവരെ. ഈ മനസ്സില്ലായ്മയാണ് ഈശോ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ പ്രേക്ഷിത ദൗത്യം ഏൽപ്പിക്കുന്നത് ശ്രദ്ധിക്കുക. 3 കാര്യങ്ങൾ ഇവിടെ പറയുന്നു. ലോകമെങ്ങും പോകണം, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിക്കുന്നവർക്ക് സ്നാനം നൽകണം. 3 കാര്യങ്ങൾ. ലോകമെങ്ങും പോകണം. ഞാൻ ആയിരിക്കുന്നിടത്തെ എന്നെ ഏൽപ്പിക്കുന്ന ഈ പോസ്റ്റേ ഞാൻ ചെയ്യുള്ളൂ, ഈ ഒരു കാര്യമേ ഞാൻ ചെയ്യുള്ളൂ, അതിനപ്പുറം ചെയ്യില്ല.
ഞാൻ ഹോസ്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ, കോ ഹോസ്റ്റ് ആവാൻ പറ്റില്ല. അല്ലെങ്കിൽ കോ ഹോസ്റ്റ് പറയാണ് ഞാൻ ഹോസ്റ്റ് ആവൂല, കോ ഹോസ്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ വായിക്കുന്നവർ പറയാണ് ഞാനിതൊന്നും ആവൂല, ഞാൻ വായിക്കല് മാത്രമേ ചെയ്യുള്ളൂ. ഇങ്ങനെയുള്ള മസിൽ പിടുത്തങ്ങളൊക്കെ ഈ ആദ്യത്തെ കാര്യത്തിനെതിരാ. എന്നാ പറയണേ, ലോകമെങ്ങും പോവുക. ലോകമെങ്ങും പോവുക എന്ന് വെച്ചാല് നിന്റെ ലോകത്തിന് അപ്പുറമുള്ള ലോകത്തിലേക്ക് പോവുക എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ലോകമെങ്ങും എന്ന് വെച്ചാല് നിന്റെ ലോകത്തിന് അപ്പുറമുള്ള ലോകത്തിലേക്ക് പോവുക. രണ്ടാമതായിട്ട് എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. ഈ അടുത്ത കാലത്ത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് വചനപ്രഘോഷണം പക്ഷിമൃഗാദികൾക്കും ജീവജാലങ്ങൾക്കും എന്തിനേറെ കൃഷിക്ക് പോലും ശാസ്ത്രീയമായി ഉപയുക്തമാകുന്നു എന്നുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, വലിയ വലിയ ഫാമുകളിലൊക്കെ ഫാനൊക്കെ ഇട്ടുകൊടുത്ത് പാട്ടൊക്കെ ഇട്ടുകൊടുക്കുന്ന പശുക്കളെ കണ്ടിട്ടുണ്ടാകും. അതിനപ്പുറത്തേക്ക് വചനം വായിക്കുന്ന വായനയിലൂടെ കൃഷി അഭിവൃദ്ധിപ്പെട്ടതും അതുപോലെ തന്നെ ജീവജാലങ്ങളെ രക്ഷപ്പെട്ടതും ഒക്കെ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ബോധ്യത്തോടു കൂടി ഇക്കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാനായിട്ട് കടപ്പെട്ടവരാണ്. മൂന്നാമതായിട്ട് വിശ്വസിക്കുന്നവർക്ക് സ്നാനം നൽകും. ആരെയും നിർബന്ധിച്ചല്ല ഒരു ശുശ്രൂഷയും നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ടത്. വിശ്വസിക്കുന്നവർക്കാണ് സ്നാനം നൽകുക. സ്നാനം എന്നത് മാമോദീസ എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് സ്നാനത്തിന് ആഴമായ അർത്ഥമുണ്ട്. അത് മുക്കിയെടുക്കുക എന്നുള്ള. സമയത്തിന്റെ പരിമിതിയിൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അത് പിന്നീട് ഒരു അവസരത്തിൽ പറയാം. സ്നാനം എന്ന് പറയുന്നത് മാമോദീസ എന്ന കുദാശ എന്നതിനപ്പുറത്തേക്ക് ആ ആളെ ഈ അഭിഷേകം ചെയ്തെടുക്കുക, അതായത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുക, പൂർണ്ണമായി ശുദ്ധീകരിച്ചെടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ആ വചനം കൊണ്ട് ആ വ്യക്തിയെ പൂർണ്ണമായിട്ടും വചനം കൊണ്ട് നിറയ്ക്കണം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ സ്നാനം നൽകുക, നമ്മൾക്ക് കഴുകുക എന്ന് വെച്ചാല് കൈ കഴുകണനെ കഴുകുക എന്ന് പറയും. കുളിക്കുക എന്നുള്ള അർത്ഥത്തിൽ തുടയ്ക്കുക, കഴുകുക, കുളിക്കുക, സ്നാനം ചെയ്യുക. ഇതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാറി മാറി വന്ന. കഴുകുന്നതിനേക്കാൾ ഇത്തിരി കൂടി കൂടുതലാണ് തുടയ്ക്കല് ഏറ്റവും താഴെ, അതിനുശേഷം കഴുകല്, അതിനുശേഷം കുളി, അതിനുശേഷം സ്നാനം. ഇത് സ്റ്റാൻഡേർഡ് കയറി കയറി വന്ന. സ്നാനം എന്ന് പറയുന്നത് മുങ്ങി കുളിക്കുന്നതിനെ സ്നാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ വചനത്തിൽ മുങ്ങണം, ഇവർ പറയുന്ന പ്രസംഗത്തില് മുങ്ങണം എന്നർത്ഥം. ഇനി വിശ്വസിക്കുന്നവരോട് കൂടിയുള്ള അടയാളം. നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. വിശ്വസിക്കുന്നവരുടെ അടയാളം ഏതൊക്കെ? 5 അടയാളങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, യേശുവിന്റെ നാമത്തില് പിശാചുകളെ ബഹിഷ്കരിക്കും. വാക്ക് ശ്രദ്ധിക്കുക, പിശാചുകളെ പുറത്താക്കുമെന്നല്ല, പിശാചുകളെ ബഹിഷ്കരിക്കും എന്ന് വെച്ചാല് എന്റെ ഉള്ളിലെ പിശാചിനെ പുറത്താക്കണമെങ്കിൽ നാട് നീളാണെന്ന് പിശാചിനെ പുറത്താക്കണമല്ല. വിശ്വസിക്കുന്നവനാണോ നിന്റെ ഉള്ളില് പിശാചുണ്ടാവരുത്. പിശാചിനെ പുറത്താക്കുമെന്നല്ല, പിശാചിനെ ബഹിഷ്കരിക്കും. 2, പുതിയ ഭാഷ സംസാരിക്കും. പുതിയ ഭാഷ എന്ന് വെച്ചാല് കരിസ്മറ്റിക് പ്രസ്ഥാനത്തിൽ നമ്മൾ കേൾക്കുന്ന പോലെ മനസ്സിലാവാത്ത വാക്കുകൾ ഉച്ചരിക്കുന്നതല്ല. പുതിയ ഭാഷ എന്ന് വെച്ചാല് സ്നേഹത്തിന്റെ, ക്ഷമയുടെ, ആർദ്രതയുടെ ഭാഷയാണ്. ഇന്നലെ ഇല്ലാത്ത കുറച്ചുകൂടി കരുതലുള്ള, കുറച്ചുകൂടി ശ്രദ്ധയുള്ള, കുറച്ചുകൂടി ആർദ്രവുമുള്ള, കുറച്ചുകൂടി ക്ഷമയുള്ള വാക്കുകൾ പറയാൻ പറ്റുന്നുണ്ടോ? പുതിയ ഭാഷ പറയാൻ പറ്റും. നിങ്ങളുടെ ഭാഷ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ മലയാളം പറയണേ, ശരിയാ, പക്ഷേ നിങ്ങളുടെ ഭാഷ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ മക്കളുടെ ഭാഷ മാതാപിതാക്കന്മാർക്ക് മനസ്സിലാവുന്നുണ്ടോ? മാതാപിതാക്കന്മാരുടെ ഭാഷ മക്കൾക്ക് സംസാരിക്കുക എന്ന് വെച്ചാല് ആ ഹൃദയത്തിന്റെ ഭാഷണം ഉണ്ടാകുക എന്ന് തന്നെയാണ് അർത്ഥം. 3, സർപ്പങ്ങളെ കയ്യിലെടുക്കും എന്ന് വെച്ചാൽ പാമ്പാട്ടിയായിട്ട് മാറുമെന്നല്ല. ഈ വിശ്വസിക്കുന്നവനെല്ലാവരും പാമ്പാട്ടികളാവുന്നല്ല. സർപ്പങ്ങളെ കയ്യിലെടുക്കും എന്ന് വെച്ചാല് നമ്മുടെ ചുറ്റും ഒരുപാട് കുതന്ത്രങ്ങളുള്ള മനുഷ്യരുണ്ട്, അവരെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള അർത്ഥത്തിലാണ് സർപ്പങ്ങളെ കയ്യിലെടുക്കും എന്ന് ഈശോ പറയുക. 4, എന്തു കുടിച്ചാലും അവരെ ഉപദ്രവിക്കില്ല. അതുകൊണ്ട് മദ്യം കുടിച്ചേക്കാം എന്ന് മദ്യപാനികൾ ചിലപ്പോൾ പറയുന്ന
ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും മദ്യപാനികള് അവരെ ന്യായീകരിക്കാൻ പറഞ്ഞു കേട്ട ഒരു വചനഭാഗമാണിത്. എന്തു കുടിച്ചാലും അവർ വിശ്വസിക്കുന്നവർ കുടിച്ചാൽ ഒരു കുഴപ്പമില്ലാത്ത ആ അർത്ഥത്തിലല്ല ഇത്. കുടിക്കുക എന്ന് വെച്ചാല് നമ്മൾക്കെതിരെ വരുന്ന നമ്മളിലേക്ക് വരുന്ന മറ്റുള്ളവർ ചെയ്യുന്ന ദോഷകരമായ കാര്യങ്ങളാണ്. തിന്മയുടെ ശക്തികളുടെ ആവേശങ്ങളായിരിക്കും, അങ്ങനെ എന്തായാലും നമ്മിലേക്ക് വരുന്ന മറ്റു പ്രാക്കുകള്, ശാപങ്ങള്, അല്ലെങ്കിൽ ഈ നമുക്കെതിരെയുള്ള പ്രാർത്ഥനകള്, ഇതൊന്നും നമ്മളെ ഏക്കില്ല എന്നുള്ള അർത്ഥത്തിലാണ്. എന്തു കുടിച്ചാലും നമ്മുടെ അകത്തേക്ക് പോയാലും നമുക്ക് വിഷയമല്ല എന്നർത്ഥം. അതിന്റെ അർത്ഥം നമ്മൾ വിഷം കുടിക്കാന്ന് വെച്ചാലും ഒന്നും പറ്റില്ല എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മുടെ ആത്മാവിലേക്ക്, നമ്മുടെ ബോധ്യങ്ങളിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് എന്ത് കയറ്റിയാലും വിശ്വസിക്കുന്നവനാണോ കുഴപ്പമുണ്ടാവില്ല എന്നുള്ള അർത്ഥത്തിലാണ്. അഞ്ചാമതായിട്ട് രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കും. ഇതിന്റെ അകത്ത് ഈ അവസാനത്തെ അഞ്ചാമത്തെ ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം ഇന്റേണൽ ആയിട്ട് നടക്കേണ്ട കാര്യം, പുറമേ നടക്കേണ്ട കാര്യമല്ല. പിശാചുകളെ ബഹിഷ്കരിക്കുക, പുതിയ ഭാഷ സംസാരിക്കുക, സർപ്പങ്ങളെ കയ്യിലെടുക്കുക, എന്ത് ശാപങ്ങളോ എന്ത് പ്രാക്കുകളോ നമുക്ക് സ്വീകരിക്കേണ്ടി വന്നാലും നമുക്ക് പ്രശ്നമല്ല. ഈ 4 കാര്യം. അഞ്ചാമത്തെ കാര്യം രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, സുഖം പ്രാപിക്കും. ഈ അഞ്ചാമത്തെ കാര്യം മാത്രമാണ് ഭൗതികമായിട്ടുള്ള ഒരു കാര്യം. ബാക്കിയൊന്നും ഭൗതികമല്ല, അതെല്ലാം ആത്മീയമാണ്. ഇനി അവസാനമായിട്ട് പറയുന്ന വിശ്വസിക്കാത്തവര് ശിക്ഷിക്കപ്പെടും. പ്രിയമുള്ളവരെ, ഈ നമ്മള് 2 തരത്തില് ദൗത്യങ്ങളുള്ളവരാണ്. ഒന്ന്, കർത്താവിന്റെ ശിഷ്യർ എന്നുള്ള നിലയിൽ പ്രേക്ഷിത ദൗത്യത്തിനുള്ള ഉത്തരവാദിത്വം. 2, വിശ്വസിക്കുന്നവര് എന്നുള്ള അർത്ഥത്തില്, മാമോദീസ സ്വീകരിച്ചവർ എന്നുള്ള അർത്ഥത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഈ വിശ്വസിക്കുന്നവരോടുകൂടിയുള്ള അടയാളങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാകണം. പ്രേക്ഷിത ദൗത്യം ചെയ്യാനും വിശ്വസിക്കുന്നവരോടുകൂടിയുള്ള അടയാളങ്ങളുമായി ജീവിക്കാനും ഒക്കെയുള്ള കൃപ തമ്പുരാൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.